എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം മനസ്സിലാക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒന്നും ഒളിച്ചു വെക്കാനാവില്ല, മറച്ചു വെക്കാനാവില്ല. കാരണം ദൈവം എല്ലാം കാണുന്നു, ദൈവത്തിന് എല്ലാം അറിയാനും കഴിയും. നമ്മൾ എന്തുമാത്രം കപട മുഖങ്ങൾ ധരിച്ചാലും അത് മനുഷ്യരെ കബളിപ്പിക്കാനേ അതുകൊണ്ട് ഉപകരിക്കുകയുള്ളൂ, ദൈവത്തെ കബളിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ കപട മുഖങ്ങളുമായിട്ട് നമ്മൾ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സ്ട്രെസ് ഉണ്ടാവും, ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാവും. അധികകാലം അങ്ങനെ ഈ കപട മുഖങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഉള്ളിൽ നിന്നൊരു സ്വരം നമ്മളോട് പറയും, ഇത് നിന്റെ മുഖമല്ല, നീ നിന്നെ തന്നെ വേറൊരാളായി ചിത്രീകരിച്ച് വേറൊരാളായി കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണ്. അത് ഒരു നല്ല ശ്രമകരമായ ജോലിയും കൂടെ കൂടിയാണ്, ഒരു പരിശ്രമം കൂടെ കൂടിയാണ്. കാരണം എന്താണ് എന്ന് അറിഞ്ഞിട്ടും വേറൊന്നായി നമ്മൾ ജീവിക്കും. ആയിരിക്കുന്നത് പോലെ കാണപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല. ആയിരിക്കാത്തതുപോലെ കാണപ്പെടാൻ വേണ്ടി നാം വല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യും. 1970 ഇതുപോലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം വയലാർ രാമവർമ്മയുടെ ഒരു പാട്ട് വാഴ്വ്യമായം എന്ന സിനിമയിൽ നിന്ന് ഈ യുഗം കലിയുഗം, അതിൽ നിന്നാണ് ഞാൻ ഈ ആശയം മനസ്സിലാക്കിയെടുത്തത്. അതിനോട് ബന്ധപ്പെടുത്തിയാണെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ആശയത്തിൻ്റെ ഉറവിടം എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിൻ്റെ ഈരടികളാണ്. അദ്ദേഹം പാടുന്ന അദ്ദേഹം എഴുതിയ ആ പാട്ട് യേശുദാസ് പാടിയതാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇവിടമെല്ലാം പൊയ്മുഖം എന്നാണ്. ഈ യുഗം കലിയുഗം, ഇവിടമെല്ലാം പൊയ്മുഖം. ഇങ്ങനെ പൊയ്മുഖങ്ങളുടെ ഒരു ലോകത്ത് ആണ് താൻ ജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ പൊയ്മുഖം അധികകാലം ധരിക്കാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ പൊയ്മുഖങ്ങളെ കണ്ട് മടുത്ത യുവാക്കൾ, അറിവുള്ളവർ, വിവരമുള്ളവർ ഇതിൽ നിന്നെല്ലാം ഓടി മാറും. കാരണം അവർ കാണുന്നത് പൊയ്മുഖങ്ങളാണ്. ആ പൊയ്മുഖങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയുന്നവർ പൊയ്മുഖങ്ങളെ പരിത്യജിക്കും. നമ്മുടെ മതങ്ങൾക്ക് ഇന്ന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വലിയ പ്രബോധനങ്ങൾക്ക് ഇന്ന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് സംഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഒരു ഐഡിയോളജി എന്നുള്ളത് മുന്നോട്ട് വയ്ക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല. അവർ ഐഡിയോളജി എന്താണെന്ന് അറിയുന്ന പോലുമില്ല ഇപ്പോഴത്തെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ചിന്താശക്തിയുള്ള അണികളാരും, ചിന്താശക്തിയുള്ള വ്യക്തികളാരും അണികളായിട്ട് പോട്ടെ അവർക്ക് കിട്ടുന്നില്ല. എന്തൊക്കെയോ വേറെ ലാഭമോഹങ്ങളുടെ പേരിൽ കുറച്ച് അണികളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറെ വൈകാരികമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കാനാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് പരിശ്രമിച്ചത്. എന്തെല്ലാം തത്വങ്ങൾ പറഞ്ഞാലും അവർ ആത്യന്തികമായിട്ട് അവർ കമ്മ്യൂണലിസത്തിലേക്കും കാസ്റ്റിസത്തിലേക്കും പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. സ്വന്തമായ ഐഡിയോളജി എടുത്ത് പറയാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ എന്തിൻ്റെയെങ്കിലും ഒരു ബേസ് അവർക്ക് കിട്ടും. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ അവതാരകരാണ് അവർ. ദൈവത്തെ അവർ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു പച്ചയായ മനുഷ്യന്റെ മുമ്പിൽ നിത്യമായ സത്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അവതാരകരുടെ പൊയ്മുഖങ്ങൾ കണ്ട് യുവജനങ്ങൾ, അല്ലെങ്കിൽ അറിവും വിവരമുള്ളവർ മടുത്തു പറയും. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഈ കാര്യത്തിൽ വിശ്വാസമില്ലാതെ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരിൽ നാം ധരിക്കുന്ന പൊയ്മുഖങ്ങളാണ്. നമ്മുടെ പൊയ്മുഖങ്ങൾ അഴിച്ചു വെച്ച് എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം മനസ്സിലാക്കുന്ന സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തെ യഥാർത്ഥമായി അവതരിപ്പിക്കാൻ തക്കവണ്ണം ഒരു ഹൃദയ പരമാർത്ഥത ഉണ്ടാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഹൃദയ പരമാർത്ഥത ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആ പരമാർത്ഥതയോടെ ജീവിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന, ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രെസ്, ടെൻഷൻ അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം അത് എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെയാണ് ജീവിതവും. അങ്ങനെയുള്ളൊരു മനുഷ്യരുടെ സമൂഹം ഉണ്ടാകുമ്പോൾ കുടുംബവും നാടും സമൂഹവും സമുദായവും എല്ലാം നന്നാകും. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.